ലിബറൽ സ്വഭാവത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലാണ് അയത്തുള്ള ഖമേനിയുടെ നേതൃത്വത്തിലുള്ള വളരെ ട്രഡീഷണലും ഓർത്തഡോക്സുമായിട്ടുള്ള ഒരു വിഭാഗം അധികാരത്തിൽ വരുന്നത്. അദ്ദേഹത്തിന്റെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ അദ്ദേഹം അറിയാം, കാലങ്ങളോളം ഇറാനെ അതിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആ പരമ്പരാഗതമായ രീതിയിൽ തന്നെ മത ചിഹ്നങ്ങൾ ചേർത്തുകൊണ്ട് മതത്തെ കാര്യമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ആ സമൂഹത്തെ മുന്നോട്ട് നയിച്ച അവരുടെ ഒരു പരമാധികാര ലീഡറാണ് അയത്തുള്ള ഖമേനി എന്ന് പറയുന്നത്. ഒരു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിനുള്ള ഒരു ഭീഷണി, ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടായിരുന്നു അയത്തുള്ള ഖമേനി എന്ന് പറയുന്നത്. അയത്തുള്ള ഖമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞിരുന്നത് ഇസ്രായേലിനെ ഈ ഭൂമുഖത്തിൽ നിന്ന് നീക്കാൻ വേണ്ടി തങ്ങൾ എന്തും ചെയ്യും, അതിനുവേണ്ടിയാണ് തങ്ങൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതെന്ന് പലതവണ അവർ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമ്പരാഗത വൈരിയായിരുന്നു അയത്തുള്ള ഖമേനി. അയത്തുള്ള ഖമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പരമ്പരാഗത വൈരിയാണ് ഈ രണ്ട് രാജ്യങ്ങളും. അപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കണ്ണിൽ അവർ ആണവായുധം ഉണ്ടാക്കുന്നതിന് വേണ്ടി അടുത്തെത്തുന്ന ഒരു സാഹചര്യത്തിൽ യുറേനിയം എൻറിച്ച്മെന്റ്, അതായത് യുറേനിയം സമ്പുഷ്ടീകരണം ഏകദേശം 60% ആവുകയും അത് കുറച്ചുകൂടി മെച്ചപ്പെട്ടാൽ അതൊരു ആണവായുധം കൈവരിക്കുന്നതിന് ശേഷിയുള്ള യുറേനിയമായി മാറുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാൻ അമേരിക്കയും ഇസ്രായേലും പലതരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തി. നേരത്തെ ജൂണിൽ അവർക്കൊരു വാണിംഗ് കൊടുത്തുകൊണ്ട് 12 ദിവസം നീണ്ടുനിന്ന ഒരു എയർ സ്ട്രൈക്ക് നടത്തിയതാണ്. അന്ന് അവർ പറഞ്ഞത് തങ്ങളുടെ ആണവായ പ്രക്രിയയ്ക്ക് കാര്യമായ നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, തങ്ങൾ തൽക്കാലം അത് മരവിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളും അതുപോലെ ആണവ പരീക്ഷണത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളും അവർ തുടർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് വിഭിന്നമായി ഇവരെ ഒരു സന്ധി സംഭാഷണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ശ്രമമാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നേതൃത്വത്തിൽ നടത്തിയതെങ്കിലും ഇദ്ദേഹം, അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഫെബ്രുവരി 19 കൂടി ലോകത്തോട് പറഞ്ഞതാണ് തങ്ങൾ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു, ഒരു 10 ദിവസം കൂടി അതിനു വേണ്ടുന്ന ശ്രമങ്ങൾ നടത്തും, അത് ചെവിക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിലവിലുള്ള സന്ധി സംഭാഷണങ്ങളിൽ തങ്ങൾ അതൃപ്തരാണ്, അസന്തുഷ്ടരാണ്. അതുകൊണ്ട് തന്നെ കാര്യമായ തരത്തിലുള്ള ഒരു പുരോഗതി ഇക്കാര്യത്തിൽ ഉണ്ടായില്ലെങ്കിൽ തങ്ങൾക്ക് കൂടുതൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, അയത്തുള്ള ഖമേനിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കേണ്ടി വരുമെന്ന് അവർ പ്രഖ്യാപിച്ചതാണ്. ഏതാണ്ട് അതേ തരത്തിൽ തന്നെയാണ് അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ അവിടുത്തെ ജനത അയത്തുള്ള ഖമേനിക്കെതിരെ തിരിയുന്ന ഒരു സന്ദർഭമായിരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികപരമായും ഒക്കെ അവര് ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അമേരിക്കയുടെ ഉപരോധത്തെ തുടർന്ന് അവിടെ പണപ്പെരുപ്പം ഉണ്ടാവുകയും അവിടെ പട്ടിണി ഉണ്ടാവുകയും ദുരിതം ഉണ്ടാവുകയും വിലക്കയറ്റം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അയത്തുള്ള ഖമേനിയുടെ ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ചുള്ള ഭരണത്തിനെതിരെ അവിടുത്തെ ജനങ്ങൾ തിരിയുന്ന ഒരു സമയം. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സർക്കാരിനെ അവിടെ നിന്ന് മാറ്റുവാൻ പറ്റിയ സന്ദർഭമാണ് ഇത് എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞുകൊണ്ട് അമേരിക്ക ഇത്തരത്തിലുള്ള ഒരു സാഹസത്തിന് ഇസ്രായേലിനോടൊപ്പം മുതിരുന്നത്. ഇറാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് മാക്സിമം ചെയ്യാൻ കഴിയുന്നത് ഗൾഫ് മേഖലയിലാണ്, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിലാണ്. അവിടെ ആണ് അമേരിക്കയുടെ 8 or 9 സ്ഥിരമായിട്ടുള്ള മിലിറ്ററി ബേസുകളുണ്ട്. അത് കൂടാതെ താൽക്കാലികമായിട്ടുള്ള 9 മിലിറ്ററി ബേസുകളും അവിടെയുണ്ട്. അപ്പോൾ 18 or 19 മിലിറ്ററി ബേസുകൾ സ്ഥിരമായും താൽക്കാലികമായതുമായിട്ടും ആകെ കൂടി ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിലുണ്ട്. ആ മേഖലയിലെ ഈ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുക പരമാവധി എന്നുള്ളത് മാത്രമേ ഇറാന് തൽക്കാലം ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ ഇനി GCC രാജ്യങ്ങളുടെ ഒരു പിന്തുണ ഇറാന് കിട്ടില്ലല്ലോ അല്ലെ? പിന്നെ ഇറാന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. കാരണം ഇറാൻ ഇപ്പോൾ ആലോചിക്കുന്നത് അവിടുത്തെ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ അല്ല ഇറാൻ ആക്രമണം നടത്തുന്നത് എങ്കിൽ, അഥവാ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് മാത്രമായി ആ കേന്ദ്രങ്ങളെ മാത്രമാണ് തങ്ങൾ ആക്രമിക്കുന്നതെന്ന് കുറഞ്ഞപക്ഷം ഇറാന് അവിടെയുള്ള GCC രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞേക്കും. അല്ല എങ്കിൽ ആ രാജ്യങ്ങളിൽ നിന്ന് കൂടി വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ ചെകുത്താനും കടലിനും നടുക്കായതുപോലെയാണ് ഇപ്പോൾ ഇറാന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇറാൻ അതിന് മറുപടി ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് കടലെടുക്ക്, പേർഷ്യൻ ഗൾഫിനും ഗൾഫ് ഓഫ് ഒമാനും ഇടയ്ക്കുള്ള ആ കടലെടുക്ക് അടച്ചിടുകയാണെങ്കിൽ അത് ലോകത്തെ വ്യാപാരത്തെ 70% ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എണ്ണവില കയറാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഡിജിറ്റൽ ട്രാൻസാക്ഷനെയും ബാങ്കിങ് ഇടപാടുകളെയും, കാരണം അണ്ടർ വാട്ടർ കേബിളുകളൊക്കെ കടന്നു പോകുന്ന സ്ഥലമാണ്. ഇന്ത്യയുടെ അരി വ്യാപാരത്തെ, നമ്മുടെ ഏറ്റവും കൂടുതൽ ബസ്മതി അരി കയറ്റി ചെയ്യുന്ന ഇന്ത്യയും വലയുമെന്ന് ഉറപ്പാണ്. സർ, ഒരു കാര്യം കൂടെ, ഈ വെനസ്വലൻ പ്രസിഡന്റിനെ ജീവനോടെ പിടികൂടുകയും ചെയ്തു, ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം ശരിക്കും പറഞ്ഞാൽ എണ്ണ സമ്പത്തിന്മേൽ ആധിപത്യം ഉറപ്പിക്കുക തന്നെയാണോ? അമേരിക്കയുടെ ലക്ഷ്യം എന്ന് ഞാൻ പറയുന്നില്ല. ട്രംപിന് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്.
കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ട്രംപ് നടത്തിയിട്ടുള്ള സന്ദർശനങ്ങൾ നോക്കി നമുക്കറിയാം. ട്രംപ് മിഡിൽ ഈസ്റ്റിൽ വളരെ വലിയ സന്ദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. വലിയ തരത്തിലുള്ള ഉപചാരപൂർവ്വമായിട്ടുള്ള സ്വീകരണങ്ങൾ അദ്ദേഹത്തിന് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രംപിന്റെ അവിടെയുള്ള ലോക്കൽ സപ്പോർട്ടുകൾ എന്ന് പറയുന്നത്, അമേരിക്കയിലെ ലോക്കൽ സപ്പോർട്ടുകൾ എന്ന് പറയുന്നത് അവിടുത്തെ ഇവാഞ്ചലിക്കൽ കാത്തലിക് വിഭാഗങ്ങളാണ്. ആ ഇവാഞ്ചലിക്കൽ വിഭാഗം അവിടെയുള്ള പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ, ട്രംപിന് സപ്പോർട്ട് കൊടുക്കുന്ന വിഭാഗങ്ങൾ എന്ന് പറയുന്ന ക്രിസ്ത്യൻ വിഭാഗം, അവർ പ്രധാനമായും അവിടെയുള്ള ഓയിൽ ലോബികളെ കൺട്രോൾ ചെയ്യുന്നവരാണ്. അപ്പൊ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത് എക്കാലവും ട്രംപിന്റെ താല്പര്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ ട്രംപിന് വ്യക്തിപരമായി ബിസിനസ് താല്പര്യങ്ങളും ഇക്കാര്യത്തിലുണ്ട്. ഈ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. വെനസ്വേലിയൻ പ്രസിഡന്റിനെ എടുത്തിട്ട് പോലും മറുഡോയെ കൊണ്ടുപോയിട്ട് ആർക്കൊന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല. അവരുടെ ഏറ്റവും ഉറ്റ സുഹൃത്തായ ചൈനയ്ക്ക് പോലും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. ചൈന ഇപ്പൊ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ഒരിക്കലും വിശ്വസിക്കാനാവാത്ത പങ്കാളിയായി ലോകരാജ്യങ്ങളൊക്കെ മുദ്രകുത്തുന്ന ഒരു സമയം കൂടിയാണ്. തങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയെ വളർന്നിരിക്കുന്നു എന്നൊക്കെ വാഗ്വാദം മുഴക്കുമ്പോഴും, അല്ലെങ്കിൽ ശീതസമര കാലഘട്ടത്തിന് ശേഷം അമേരിക്ക ഒരു ഇരുധ്രുവ ലോകക്രമത്തിലേക്കും പിന്നീട് ബഹുധ്രുവ ലോകക്രമത്തിലേക്കും ഒക്കെ മാറുന്നു എന്ന് ആൾക്കാരൊക്കെ വാചകമടിക്കുമ്പോഴും, ഇപ്പോൾ ലോകം ഒരു ക്രൈസിസിലേക്കും പ്രശ്നങ്ങളിലേക്കും നീങ്ങുമ്പോൾ അമേരിക്കയും അമേരിക്കൻ സഖ്യകക്ഷികളുടെയും താല്പര്യങ്ങൾ മാത്രം പുലർത്തിക്കൊണ്ടു പോകുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ലോകക്രമമായി ഇത് മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ചുരുക്കി പറഞ്ഞാൽ ലോകം നമ്മൾ ക്രൈസിസിന്റെ സമയങ്ങളിലൊക്കെ കാണുന്ന ഒരു ഏക ധ്രുവക്രമത്തിന്റെ പ്രകടനം തന്നെയാണ്. ഇവിടെ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അമേരിക്കൻ താല്പര്യങ്ങളെക്കാളുപരി ട്രംപിന്റെ കോൺസ്റ്റിറ്റ്യുവൻസും ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ, ബിസിനസ് താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുവാൻ, ഒപ്പം അമേരിക്കൻ താല്പര്യങ്ങളെയും സംരക്ഷിക്കുവാൻ ഇതിനകത്തൊരു ശ്രമമുണ്ട് എന്നുള്ള കാര്യത്തിലും ഒരു സംശയവും വേണ്ട. സർ, ഒരു സംശയം കൂടെ, സമയക്കുറവ് മൂലമാണ് ഞാൻ എന്നാലും ഒന്ന് ചോദിക്കുകയാണ്. ഇറാനിൽ അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ ഒരു സംഘർഷം നിലനിൽക്കുന്നതിന് കുറച്ച് 2 ദിവസം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേൽ സന്ദർശനം നടത്തിയത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അത് സ്വാഭാവികമായും നരേന്ദ്രമോദിയുടെ സന്ദർശനവും ഇതുമായിട്ട് അവര് പൂർണ്ണമായും കാര്യങ്ങൾ ധരിപ്പിക്കുന്നുണ്ട്. അവര് പരസ്പരം ചർച്ച. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലൻസിംഗ് ആയിട്ടുള്ള ഒരു ആക്ട്, ഒരു നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകാനാണ് സാധ്യത. കാരണം നമ്മൾ ഒരിക്കലും ലോകത്തെ അപകടത്തിലായിരുന്ന ഒരു യുദ്ധത്തെ അംഗീകരിക്കുന്ന രാജ്യമല്ല. ലോക സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന രാജ്യമാണ്. അതുപോലെ തന്നെ ഈ ധാരാളം ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് ഗൾഫ് എന്ന് പറയുന്നത്. കേരളത്തിലുള്ളവർ പ്രത്യേകിച്ചും അവരുടെ നിലനിൽപ്പിനൊക്കെ ഭീഷണിയാകുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു തീരുമാനം കൈക്കൊള്ളുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ്. അതേസമയം തന്നെ കാര്യങ്ങളുടെ ഗൗരവം ഇന്ത്യക്ക് നന്നായി അറിയാം. ഇന്ത്യയും ഭീകരവാദത്തിന്റെ ഇരയാണ്. കാലങ്ങളോളം ഭീകരവാദത്തിന്റെ ഇരയായിട്ടുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ചില നിലപാടുകൾക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ളതും അസാധ്യമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, നമ്മൾ ഈ സ്ട്രാറ്റജിക് ഓട്ടോണമിയുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഡിഫൻസുമായി ബന്ധപ്പെട്ട്, പ്രതിരോധവുമായി ബന്ധപ്പെടുത്തി ധാരാളം കരാറുകൾ ഇപ്പോൾ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ബാലൻസിങ് ആക്ട്, അഥവാ വളരെ ശക്തിയേറിയ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒരു സമയത്തൂടെയാണ് കടന്നു പോകുന്നത്. നിലപാടുകൾ എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാത്തിരുന്ന് മാത്രമേ നിലപാടെടുക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ജയശങ്കർ എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്, തങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങൾ, തങ്ങളുടെ രാഷ്ട്രത്തിന്റെ നേതാവായ മോദി ഇപ്പോൾ ഗൾഫ് മേഖലയിലെ നേതാക്കളുമായി സംസാരിച്ചതിന് ശേഷം ഇന്ത്യ ഒരു തീരുമാനം പറയുമെന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ്. അതുകൊണ്ട് വളരെ ആലോചിച്ചുറപ്പിച്ചായിരിക്കും ഇന്ത്യ കാര്യത്തിൽ തീരുമാനം എടുക്കുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എടുക്കുന്ന ഏത് തീരുമാനവും ഇന്ത്യയെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.